ബോഡി ഓഫ് ക്രൈസ്റ്റ് സംഘടിപ്പിച്ച അനുഗ്രഹീതമായ പാസ്റ്റേഴ്സ് കോൺഫറൻസ് കൊച്ചിയിൽ നടന്നു. 1500-ലധികം പാസ്റ്റേഴ്സ് ഈ കോൺഫറൻസിൽ പങ്കെടുത്തു. എക്സോഡസ് സഭയുടെ സ്ഥാപകനായ പാസ്റ്റർ എബി തോമസ് ആണ് ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ആമുഖ പ്രഭാഷണം ഇതോടൊപ്പം ഉൾപ്പെടുത്തുന്നു. എന്നാൽ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാസ്റ്റർ KC ജോണിൻ്റെ 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രഭാഷണമാണ്. അത് ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ പ്രഭാഷണം അക്ഷരാർത്ഥത്തിൽ കൊച്ചിയിൽ കൂടിയ ശുശ്രൂഷകന്മാരെ ഇളക്കി മറിച്ചു. നമുക്കറിയാം, പാസ്റ്റർ KC ജോൺ ഒരു കാലഘട്ടം മുഴുവൻ കേരളക്കരയെ ഇളക്കി മറിച്ച അനുഗ്രഹീതനായ പ്രസംഗകനാണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന 5 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള അനുഗ്രഹീതമായ ഈ പ്രഭാഷണം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതാണ്. കേൾക്കുക. Greetings to all of you in the matchless and the wonderful name of our Lord and Savior Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ആശംസകളെ അറിയിക്കുന്നു. What a privilege for us to be here together as one body. ഒരു ശരീരമായി നമുക്കിവിടെ ആയിരിക്കാൻ കഴിഞ്ഞത് എത്ര വലിയ ഭാഗ്യ പദവിയാണ്. Amen. And let me start with declaring a scripture. ഒരു വചനം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. The book of Revelation chapter 15 verse 3. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. They sing the song of Moses, the servant of God, and the song of the Lamb, saying, Great and marvelous are your works, Lord God Almighty. Just and true are your ways, O King of the saints. അവർ യഹോവയുടെ ദാസനായ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ഗീതവും കുഞ്ഞാടിന്റെ ഗീതവും പാടി, അങ്ങയുടെ പ്രവൃത്തികൾ അത്ഭുതവും മഹത്വവുമാകുന്നു. കർത്താവായ യഹോവേ, അവിടുന്ന് നിന്റെ വഴികൾ സത്യമായവയുമാകുന്നു. O King of saints. വിശുദ്ധന്മാരുടെ രാജാവായുള്ളവനെ. Our Jesus is called the King of the saints. യേശുവിനെ അറിയപ്പെടുന്നത് വിശുദ്ധന്മാരുടെ രാജാവെന്നാകുന്നു. Shall we all clap our hands and give glory to the King of kings, കരമടിച്ച് the Lord of lords. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് ഒരു മഹത്വം കൊടുക്കാമോ? We honor and worship him together. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. Many people, pastors, ask me, what is the purpose of this gathering? പലരും പാസ്റ്റേഴ്സ് അടക്കമുള്ളവർ എന്നോട് ചോദിച്ചു, ഈ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? I told them the purpose of this is a fellowship of brothers. ഞാൻ അവരോട് പറഞ്ഞത്, ഈ ശുശ്രൂഷകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സഹോദരന്മാർ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ്. As pastors, we need to come together as brothers to love one another, to share our burdens one another, to pray for one another and to encourage one another. ശുശ്രൂഷകന്മാരായി നാം ഒരുമിച്ച് കൂടി വരുന്നത് തമ്മിൽ സ്നേഹിപ്പാനും നമ്മുടെ ഭാരങ്ങളെ തമ്മിൽ വഹിപ്പാനും അതോടൊപ്പം തന്നെ തമ്മിൽ പ്രോത്സാഹിപ്പിക്കുവാനുമാണ്. Just that coming together is enough. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് വരുന്നത് തന്നെ അതും അതിന് മതിയായതാണ്. And when brothers and sisters come together in the name of the Lord, something amazing happens. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദരീ സഹോദരന്മാർ ഒരുമിച്ച് കൂടി വരുമ്പോൾ അത്ഭുതകരമായ ചിലവ് അവിടെ സംഭവിക്കും. It's my joy to welcome Pastor Satish Kumar, founder and senior pastor of Calvary Temple, Hyderabad. ഈ കാൽവരി ചർച്ചിന്റെ സീനിയർ പാസ്റ്ററും ഫൗണ്ടറുമായിരിക്കുന്ന ഡോക്ടർ സതീഷ് കുമാർ അവരെ സ്വാഗതം ചെയ്യുവാൻ ഞാൻ സന്തോഷിക്കുന്നു. Pastor Sam Varghese will present him, okay? പക്ഷേ സാം വർഗീസ് അദ്ദേഹത്തെ പൂച്ചെണ്ട് നൽകി സ്വാഗതം ചെയ്യുകയാണ്. I had the privilege to be part of the first BOC meeting in Hyderabad in 2018. 2018 BOCയുടെ ആദ്യത്തെ മീറ്റിംഗ് ഹൈദരാബാദിൽ വെച്ച് പങ്കുകൊള്ളുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. So last year when I met pastor in Hyderabad, ഞാൻ കഴിഞ്ഞ വർഷം പാസ്റ്റർ ഹൈദരാബാദിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ he shared with me about his love for Kerala pastors. കേരളത്തിലെ അഭിഷിക്തന്മാർക്ക് വേണ്ടിയുള്ള തന്റെ ഹൃദയത്തിലെ സ്നേഹത്തെ താൻ എന്നോട് പങ്കുവച്ചു. In this Kerala, this place in Calicut, pastor was baptized. നമ്മുടെ കേരളത്തിലെ കോഴിക്കോട്ടിലാണ് കർത്താവിന്റെ ദാസൻ സ്നാനപ്പെടുവാനിടയായി തീർന്നത്. And his pastor TC Varghese is here in our midst. Pastor TC Varghese, Calicut, could you please stand up? കാലിക്കറ്റിലെ അദ്ദേഹത്തിന്റെ പാസ്റ്റർ TC വർഗീസ് നമ്മോട് കൂടെയുണ്ട്. Thank you. So in pastor's busy schedule, he gave us one day to spend time with
Kerala pastors. അദ്ദേഹത്തിന്റെ തിരക്കേറിയ ശുശ്രൂഷകൾ കാര്യപരിപാടികൾക്കിടയിൽ കേരളത്തിലെ അഭിഷിക്തന്മാർക്ക് വേണ്ടി ഒരു ദിവസം വേർതിരിക്കുവാൻ അദ്ദേഹം ഇടയായി. Pastor, representing all pastors, we welcome you. സകല പാസ്റ്റേഴ്സിന്റെ പേരിൽ അങ്ങയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. It is my joy to welcome Dr. A.F. Pinto, chairman of Ryan International Schools, which run 150 plus schools in India and outside India. പാസ്റ്റർ ഡോക്ടർ A.F. പിൻറ്റോ അവറുകളെ ചെയർമാൻ റയാൻ ഇന്റർനാഷണൽ സ്കൂളിന്റെ ചെയർമാൻ ആയിരിക്കുന്ന പാസ്റ്റർ A.F. പിൻറ്റോ അവറുകളെ സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. Pastor Saji Matthews presenting a bouquet. പാസ്റ്റർ സജു മാത്യു ബൊക്കെ നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. Dr. Pinto has a heart for pastors. പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ഹൃദയം ഡോക്ടർ പിൻറ്റോയ്ക്കുണ്ട്. He is an encourager. അദ്ദേഹം ഒരു പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനാണ്. He traveled all across India to build the body of Christ. കർത്താവിന്റെ ശരീരത്തെ പണിയേണ്ടതിന് ഇന്ത്യയിലുടനീളം ഓടി നടക്കുന്ന ഒരു മനുഷ്യനാണ്. It's an honor to have him with us today morning. അദ്ദേഹം ഇന്ന് പകൽ നമ്മോട് കൂടെ ഉള്ളത് നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്. Amen. ആമേൻ. And it's my joy and privilege to welcome our very own Dr. K.C. John, former IPC General President and founder of Power Vision. മുൻകാല IPC ജനറൽ പ്രസിഡന്റും പവർ വിഷൻ ചാനലിന്റെ സ്ഥാപകനുമായ പാസ്റ്റർ ഡോക്ടർ KC ജോൺ അവരുകളെ സ്വാഗതം ചെയ്യുന്നത് സന്തോഷിക്കുകയാണ്. Pastor Noble P. Thomas is presenting. പാസ്റ്റർ നോബിൾ പി തോമസ് ബൊക്കെ സമ്മാനിക്കുന്നു. He's a great leader from Kerala. കേരളത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകിയ ഒരു മഹത്തായ നേതാവാണ് അദ്ദേഹം. Raised up many thousands and millions of believers in അനേകം India. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കർത്താവിൽ എഴുന്നേൽപ്പിക്കുവാൻ അഭിഷിക്തനെ ദൈവം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. And what an honor to have him with us today morning. അദ്ദേഹത്തിന് പകൽ നമ്മോട് കൂടെ ഉള്ളത് നമുക്കൊരു വലിയ അഭിമാനമാണ്. And we have with us BOC national leaders, Bishop Santosh Thomas from Kashmir. അതോടൊപ്പം തന്നെ BOCയുടെ ദേശീയ നേതാക്കന്മാർ നമ്മുടെ കൂടെയുണ്ട്. ബിഷപ്പ് സന്തോഷ് തോമസ് ഫ്രം കാശ്മീർ, Pastor Harry Pereira from Bangalore, പാസ്റ്റർ ഹാരി പെരേര ബാംഗ്ലൂരിൽ നിന്ന്, and Reverend John Paul from Hyderabad, ഹൈദരാബാദിൽ നിന്ന് ഡോക്ടർ ജോൺ പോൾ, and Dr. Finney Philip from Udaipur, Rajasthan, ഉദയ്പൂരിൽ നിന്ന് ഡോക്ടർ ഫിന്നി ഫിലിപ്പ് നമ്മോട് കൂടെ ഉണ്ട്. and Brother Ashwin Daryam from Chennai, Good News TV. ചെന്നൈയിൽ നിന്ന് ബ്രദർ അശ്വിൻ ധീരിയാന ഉണ്ട്. We welcome all of you. എല്ലാവരെയും ഞങ്ങൾ ഹൃദയംഗമായി സ്വാഗതം Shall we ചെയ്യുന്നു. give a Kerala welcome? Amen. കരങ്ങൾ അടിച്ച് നന്നായിട്ടൊരു കേരള സ്വാഗതം പറഞ്ഞാട്ടെ. And at this time, I remember my dear brother Arun Samuel, chairman of Wings Group of Companies, Bangalore. He is the heartthrob of BOC, but unfortunately he couldn't come here. ബാംഗ്ലൂരുള്ള വിങ്സ് ഗ്രൂപ്പ് ഓഫിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ബ്രദർ അരുൺ സാമുവലിനെ ഞാനിപ്പോൾ ഓർക്കുന്നു. അദ്ദേഹം ഇവിടെ ഇല്ലാത്തതിൽ ഞാൻ വളരെയധികം ഖേദിക്കുന്നു. Actually, he is the person behind organizing all BOC meeting all throughout India. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ BOC ദേശീയ മീറ്റിങ്ങുകളെയും സംഘടിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അരുൺ സാമുവൽ. We remember him and we pray for healing. അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും Also ചെയ്യും. same with Pastor D. Mohan from New Life Assemblies of God, Chennai. അതുപോലെ തന്നെ പാസ്റ്റർ ഡി മോഹനോളെ ഓർത്തും ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. He has booked the tickets to come, but he is also not feeling well in his body, so he also cancelled. And Brother Mohan C. Lazarus, we remember them because they are part of BOC. They travel with BOC all across India. We honor and we bless them. അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ചില അസ്വസ്ഥതകൾ നിമിത്തം അദ്ദേഹത്തിന് യാത്ര ക്യാൻസൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ബ്രദർ മോഹൻ സി ലാസറസ് അവരുകളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരാണ് BOCയുടെ മീറ്റിങ്ങിന് വേണ്ടി ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുകയും കഠിനമായി അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന അഭിഷിക്തന്മാർ. So on behalf of all the coordinators of this conference and the Kochi Pastors Fellowship, we together welcome all of you, senior pastors, leaders who came from all 14 districts of Kerala and 28 states of India, leaders of different organizations, churches, leaders from ADF, TV preachers. We heartily welcome all of you to this BOC Kerala conference. കൊച്ചിൻ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയുടെയും സംഘാടകരുടെയും പേരിൽ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മുതിർന്ന പാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, അഭിഷിക്തന്മാർ എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. God bless you. You will have a wonderful day here today with Jesus. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായിരിക്കും ഇത്. 2026 നമ്മുടെ വർഷമാണ്. 2026 ജയത്തിൻ്റെ വർഷമാണ്.
ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ ഇവിടെ വന്നിരിക്കുന്നത് കേരളത്തിലെ ദൈവജനത്തെ പ്രചോദിപ്പിക്കുവാനാണ്. ഇനി കർത്താവിൻ്റെ ദാസൻ ദൈവവചനം പ്രസംഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ലൂക്കോസിന് ശേഷം 5-ാം അധ്യായത്തിൽ യേശു പത്രോസിനെ വിളിക്കുന്ന ഒരു രംഗമാണ്. രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒരു മീനും കിട്ടിയില്ല. അങ്ങനെ അവന് വല കഴുകുമ്പോൾ യേശു പറഞ്ഞ പടകൊന്ന് തരാമോ, എനിക്ക് വചനം പ്രസംഗിക്കാൻ. അങ്ങനെ ശീമോൻ പത്രോസിൻ്റെ പടക് പുൾപിറ്റായി മാറി. പ്രസംഗം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ വലയിറക്കാൻ പറഞ്ഞു. യേശു തച്ചൻ്റെ മകനാ, മീൻപിടുത്തത്തെക്കുറിച്ച് അറിവില്ല. ശീമോൻ ഗലീലക്കടലിന്റെ തീരത്ത് ജനിച്ചു വളർന്നവനാ. ശിവൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വല കീറുമാറ് മത്സ്യം കിട്ടി. പടക് നിറഞ്ഞു കവിഞ്ഞു. ശീമോനെ, നീ വിദഗ്ധനാണ്, നീ മീൻപിടുത്തക്കാരനാണ്, നിനക്ക് വലയുണ്ട്, നിനക്ക് പടകുണ്ട്, പക്ഷെ ഈ കടൽ എൻ്റെയാ. പ്രൈസ് ദി ലോർഡ്. ഈ കടൽ എൻ്റെയാണ്. ഹല്ലേലൂയ. 2026 പല വിദഗ്ധന്മാര് പറയുന്നുണ്ട്, ഇല്ല, കിട്ടുന്നില്ല, മീൻ കിട്ടുന്നില്ല എന്ന്. യേശു പറയുന്നു, ഇന്ത്യ എൻ്റെയാ. ഹല്ലേലൂയ. ഇന്ത്യ രാജ്യം എൻ്റെയാണ്. മാറ്റം വരാൻ പോകുന്നു, വലിയ മാറ്റം വരാൻ പോകുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയുടെ ജ്വലനം ആരംഭിച്ചിരിക്കുന്നു. അതിശക്തമായൊരു അഭിഷേകം ഇന്നിവിടെ പകരുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഇന്നിവിടെ വ്യാപരിക്കുകയാണ്. അത്ഭുത ഉപകരണമാക്കി നിന്നെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അതിശക്തമായ കരം നിന്റെ മേൽ ഇന്ന് പകൽക്കാലം വരുന്നു. നീ ആൾമാറിയവനായി തീരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ യേശു പറയുന്നു, ഇന്ത്യ രാജ്യം എന്റെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ വലയിറക്കിക്കോട്ടെ, അതിലൊന്നും കിട്ടുകയില്ല. എന്നാൽ എന്റെ വാക്കിന് നിങ്ങൾ വലയിറക്കുമ്പോൾ വല കീറമാർ മത്സ്യം പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂത് ഇന്ന് പൽക്കാലം നിന്നോടുള്ളത് നീ ഏറ്റെടുത്തുകൊള്ളുക. ഒരു അത്ഭുത ഉപകരണമായി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. നീ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുന്നു. നീ പ്രവചിക്കുമ്പോൾ ഭവനം ചലിക്കാൻ പോകുന്നു. ദേശങ്ങളെ പിടിച്ചടക്കുവാൻ, രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ അതിശക്തമായ അഭിഷേകം ദൈവത്തിന്റെ ജനത്തിന് പകരുന്നു. ഔഷധല സദാരിയാദല സപ്തര സപ്തരേ സുപ്താരിയാദല ഖ ഐ ജനാദല ജന്ദലദരാദിയസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh, hallelujah. Oh, hallelujah. Hallelujah. Praise the Lord. മുഴുവൻ മഹത്വവും നമ്മുടെ കർത്താവിന്. God bless you. Thank you.